തിരിച്ചടിച്ചേ പറ്റൂ. നമ്മൾ ഉറി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്, പുൽവാമ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചടിച്ചതാണ്. ഇതും തിരിച്ചടിക്കണം. Rather than pointing the gun towards those 13 souls, now you decide and give the order, sir. പക്ഷേ ഇറ്റ് ഷുഡ് ബി അവർ ഓൺ ചൂസിങ്. ഇവർ ചൂസ് ചെയ്ത മാതിരി തന്നെ നമ്മൾ ബാലക്കോട്ടിൽ അന്ന് ചെയ്ത മാതിരി, അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക്. ബിക്കോസ് ഇത് ഏതോരുത്തരുടെ തലമ കൊണ്ട് ബോംബിടലല്ല ഇതിന്റെ പരിപാടി. ഇതിൽ പ്രിസൈസ് ആയിട്ട് അടിക്കാൻ പറ്റും. നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആവട്ടെ, മിലിറ്ററി ഇന്റലിജൻസ് ആവട്ടെ, ലോക്കൽ സ്റ്റേറ്റ് ഇന്റലിജൻസ് ആവട്ടെ, ഇവർക്കൊക്കെ അറിയാം ഇതാരാ നടത്തിയെന്നുള്ളത്. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഇവരെ തെരഞ്ഞു പിടിച്ച് അടുത്ത 2 ദിവസം ഇവരെല്ലാം കൊല്ലും ചെയ്യും ചിലർ. പക്ഷെ ഒരുത്തരെങ്കിലും പിടിക്കണം. നമുക്ക് അറിയേണ്ട ഇവർ എവിടുന്ന വന്നേന്ന്. ഇവരോരോ പേരൊക്കെ വെച്ചിട്ട്, പുതിയ പേരൊക്കെ വെച്ചിട്ടാണ് വന്നേക്കുന്നത്. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ മുൻകാല ചരിത്രം അല്ലെങ്കിൽ മുൻകാല റെക്കോർഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പുൽവാമ ആയാലും ശരി, അതിനു മുമ്പ് നടന്നിട്ടുള്ള ഉറി ആയാലും ശരി, അതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി, കറക്റ്റ് ആയിട്ടുള്ള തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകുന്നു. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. ഞാൻ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഇത് ചെയ്ത ആളുകൾക്ക് അവർക്ക് അർഹതപ്പെട്ട് ആ ഒരു മറുപടി, ആ ഒരു പണിഷ്മെന്റ്, അത് തന്നെയാണ് എനിക്ക് വേർഡ്, ആ പണിഷ്മെന്റ് കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ഇത് പുതിയ ഇന്ത്യയാണ്, നരേന്ദ്രമോദി ഭരിക്കുന്ന ഒരു രാജ്യമാണ്, ഇവിടെ ദേശസ്നേഹികൾ ഉള്ള രാജ്യമാണ്. ഒരാൾക്കും ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്ത ഒരു കാലം തന്നെയാണ് ഇന്ന് ഭാരതത്തിൽ. അതുകൊണ്ട് ഇതിനകത്ത് തിരിച്ചടി കിട്ടും എന്നുള്ളത് യാതൊരു സംശയമാണ്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. നിങ്ങൾക്ക് രാജ്യത്തെ എത്ര വേണമെങ്കിലും പുരോഗതിയിലേക്ക് കൊണ്ടുപോകാം, എത്രമാത്രം വികസിത രാജ്യമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യയെ മാറ്റാം. പക്ഷേ നിങ്ങൾ ടെററിസം എന്ന് പറയുന്ന ഒരു വിഷയത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ രാത്രി മതി ഈ പറയുന്ന സാധനം തകിടം മറിയാൻ എന്ന് നമ്മൾ പറയാണ്. കാരണം നമ്മളുടെയൊക്കെ അനുഭവത്തിൽ ഈ ഒരു വിഷയത്തെ, ഈ ടെററിസം എന്ന് പറയുന്ന ഇസ്ലാമിക് ടെററിസം എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വൈകുക, മടിക്കുക, അല്ലെങ്കിൽ അതിനെ അലംഭാവം കാണിക്കുന്ന ഏത് രാജ്യവും നിങ്ങളെടുത്ത് നോക്കിക്കോളൂ, അവരുടെ നില ഇന്ന് കുട്ടിച്ചോറായിട്ടുണ്ട് എന്നുള്ളതാണ്. 100% ഞാൻ യോജിക്കുന്നു. അത് രാഷ്ട്രീയപരമായിട്ട് കുട്ടിച്ചോറാകുന്നു, അത് സാമ്പത്തികമായിട്ട് കുട്ടിച്ചോറാകുന്നു, അതുപോലെ തന്നെ അവരുടെ സാമുദായികമായ നിലനിൽപ്പ്, അതിലുള്ള ഒരു അരക്ഷിതാവസ്ഥ, അതുപോലെ ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ടെൻഷൻസ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിച്ചോറാകാൻ വേറെ ഒരു കാരണം വേണ്ട. അവരുടെ മതം ചോദിച്ചിട്ട് വെടിവെച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ വാർത്തകൾ വരട്ടെ. എന്തായാലും അതും ചോദിക്കാൻ മടിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയുക. കാരണം ഇതിന്റെ ഈ ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷ്യം വെച്ച് ജിഹാദ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഫിഡൽസിനെ കൊല്ലുക എന്നുള്ളതാണ്. മുസ്ലിങ്ങളെ കൊല്ലേണ്ട കാര്യം അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും അത് സ്പെയർ ചെയ്യും. കാരണം ഖുറാനിലടക്കം എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ 9:5 എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഞാൻ ഈ പറയുന്നത്. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊന്നേക്കുക എന്ന് പറയുമ്പോൾ അവർ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരേക്കും അവരെ യുദ്ധത്തിന് നിങ്ങൾ അവരുമായിട്ട് ചെല്ലുക എന്ന് പറയുമ്പോൾ ഇതൊന്നും ഡിഫൻസ് അല്ല ഈ പറയുന്നത്, ഇതെല്ലാം ഒഫൻസീവ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. ഇവിടെ ഒരു വിവേചനമുണ്ട്. ആ വിവേചനം എന്ന് പറയുന്നത് മുസ്ലിമിനെ സ്പെയർ ചെയ്യുക, കാഫിറുകളെ പിൻ പോയിന്റ് ചെയ്ത് ചെയ്യുക, പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, ഇത് പ്രത്യേകിച്ച് നിങ്ങളെ ആക്രമിക്കാൻ വന്നതിന്റെ പേരിൽ ചെയ്യണമെന്നൊന്നും അല്ല ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. യുദ്ധമൊക്കെ കഴിഞ്ഞ് കാറ്റും കൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം ഈ ഖുറാനിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിത് പറയേണ്ടി വരികയാണ്, മതം ഇവിടെ പറയേണ്ടി വരികയാണ്. കാരണം ഇവർ ജിഹാദ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ആ ജിഹാദിന്റെ പിന്നിലുള്ളത് മതമാകുമ്പോൾ നമ്മൾ പറയേണ്ടി വരുന്നു. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല, പണി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതിന് വേണ്ട സർജിക്കൽ സ്ട്രൈക്സ് നടത്തിയേ പറ്റുള്ളൂ. അതിനെ നമ്മൾ അവിടെ ഒരു ഇസ്രായേലിനെ തന്നെ മാതൃകയാക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം ഇന്നും നമ്മളിവിടെ പറയുമ്പോൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഹമാസ് ഇവിടെ കാശ്മീരിൽ വന്ന് പോയി എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? ഈ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഇന്നും നമ്മൾ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും അതിനെ താലോലിക്കുന്ന ആളുകൾക്കുള്ള എല്ലാ വഴി ഒരുക്കിയിട്ടുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ഭീകരവാദത്തിന്റെ അടിവേരറുക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയായിരുന്നപ്പോൾ നിങ്ങൾക്ക് 100 രൂപ തരാം വരൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോയില്ല. പക്ഷേ നീ ഇത് ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടും, ഇത് ഒരു ദീനിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ഒരു ദീനിയായ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ വഴിക്ക് പോകും. ഈ രീതിയിലാണ് ഗിൽറ്റ് ട്രിപ്പിങ്ങും അതുപോലെ തന്നെ ഈ കൊതിപ്പിക്കലും പേടിപ്പിക്കലൊക്കെ വെച്ചുകൊണ്ട്
ഒരു മുസ്ലിമായിട്ടുള്ള ഒരു ജിഹാദി പിറക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ മുസ്ലിമിനെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഈ ഇസ്ലാമിനകത്ത്. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്? തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നതിലെ ആ മതം അത് ഇന്ന് ഇസ്ലാമാണെന്ന് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് അക്നോളജ് ചെയ്ത് അതിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവിടെ വരുത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആന്റിസെമിറ്റിസം ആണ് ഇതിലൂടെ ഉണ്ടാകുന്നതെന്ന് ജൂതന്മാർ മനസ്സിലാക്കി അതിനെ എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യാൻ തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഈ ഗസ്വായ ഹിന്ദാണ്. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. നമ്മുടെ നാട്ടിൽ അശാന്തി വിതക്കുന്നവർ, ഇവിടെയുള്ളവർ അരക്ഷിതാവസ്ഥയിലാണ് എന്ന് പുറം ലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുന്നവർ, അല്ല, ഇവരെയൊക്കെ ഉന്മൂലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചില്ലേ? അതാണ് അനിൽ ആരിഫ് പറഞ്ഞത്, വളരെ ശരിയാണ് ഈ കാര്യത്തിൽ. ഞാൻ ഈ പറഞ്ഞ മാതിരി കേരളത്തിലല്ല ജീവിക്കുന്നത്, പുറത്താ ജീവിക്കുന്നത്, ഹൈദരാബാദിലാണ്. നമ്മളവിടെ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി നമ്മൾ കേരളത്തിലും കണ്ടു. അന്ന് കരിപ്പൂർ വിമാനത്താവളത്തിന് മേലെ ഒരു അറ്റാക്ക് നടന്നു. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഒരിക്കൽ ദേശീയ പതാക വലിച്ചു കീറിയ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹമാസിന്റെ ലീഡേഴ്സിനെ ഒരു ആനപ്പുറത്ത് ഇവർ കയറ്റി പോസ്റ്റർ വയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളൊക്കെ ഇത് വലിയ കാര്യം ചെയ്ത മാതിരി അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതേമാതിരി റാലി നടത്തി CAA എതിരെ ഓപ്പോസിറ്റ് ആയിട്ട്, അത് അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ വഖഫ് ബില്ലിന്റെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു എലിമെന്റ് ആണ്, ഇതിന്റെ സപ്പോർട്ട് എലിമെന്റ് ആണ്. ഇവരൊക്കെ ഇവർ ചെയ്യുന്നതൊക്കെ ഗവൺമെന്റ് കണ്ടിരിക്കണം. ബിക്കോസ് ഇവരെയാണ് ശരിക്കും തുടച്ചു കളയേണ്ടത് ഇവരൊക്കെ ഈ ദേശത്ത്. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. പിടിച്ചു പുറത്തേക്കാക്കണ കുഴപ്പമില്ല. ഇവരാണ് സ്ലീപ്പർ സെൽസ്. ഇവരാണ് നാളെ ഏത് അറ്റാക്കും ചെയ്യാൻ പറ്റുന്ന പാർട്ടികൾ. നമ്മൾ ജമ്മു കാശ്മീരിൽ കണ്ട ഒരു തീവ്രവാദ അറ്റാക്ക് അല്ല ഇങ്ങനെ കാണുന്നത്. നമുക്ക് കാണുന്നത് നമ്മുടെ രാജ്യത്ത് ഓരോരോ സംസ്ഥാനത്തിലുള്ള ടെറർ ഗ്രൂപ്പ്സ്, സ്ലീപ്പർ ടെറർ സെൽസ്, അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ. നമുക്കറിയാം കേരളത്തിലാണ് ഇതിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ഉള്ളത്, ബേസ് ഉള്ളത്, ഹമാസിനും മറ്റവർക്കുള്ളത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവരെയാണ് ശരിക്കും നമ്മൾ US കാണുന്നില്ല. അതിലിപ്പോ തെരഞ്ഞെടുത്ത് പറഞ്ഞയക്കണം ഓരോരുത്തരെ അവിടുന്ന്. കോളേജിൽ നിങ്ങൾ കൊടി പിടിച്ചാൽ മതി, പാലസ്റ്റൈൻ്റെ കഴിഞ്ഞു നിങ്ങളുടെ പണി, വിസ ഔട്ട്, നിങ്ങൾ പിടിച്ച് പുറത്തേക്ക്. അതാണ് വേണ്ടത് എവിടെ. 100% ഞാൻ യോജിക്കുന്നു. പക്ഷെ കഷ്ടാലത്ത് എന്താ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലീസ് കോംപ്രമൈസ്ഡ് ആണ്. ഇവരതാണ് ചിലപ്പോൾ NIA വരുമ്പോ അവിടുത്തെ ലോക്കൽ പോലീസിനെ അറിയിക്കാണ്ടാണ് ആൾക്കാരെ പൊക്കുന്നത് കേരളത്തിൽ നിന്ന്. കാലത്ത് 3 മണിക്ക് 4 മണിക്ക് വന്ന് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇൻഫർമേഷൻ ലീക്ക് ആവും പുറത്തേക്ക്. ഇതേ കണ്ടീഷൻ വെസ്റ്റ് ബംഗാളിലും ഉണ്ട്. അതാണ് വെസ്റ്റ് ബംഗാളിലും ആരെ അറിയിക്കാണ്ട് ആൾക്കാരെ പൊക്കുന്നത്. നമുക്കത് PFI ആവട്ടെ, SDPI ആവട്ടെ, ഇവരാരായാലും ഇവരൊക്കെ പേര് മാറ്റി ചെയ്യണ പരിപാടികളാണ്. ഇവർ മതത്തിന്റെ പേര് പറഞ്ഞ്, ഹിജാബിന്റെ പേര് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കിയ ആൾക്കാരാണ്. എനിക്കിപ്പോ ചോദിക്കാനുള്ള സിദ്ധരാമയ്യ അടുത്ത്, നിങ്ങൾ ഇനിയും സിന്ദാബാദ് വിളിക്കോ ടിപ്പു സുൽത്താനെയും ബാക്കിയുള്ളവരെയും? നിങ്ങളുടെ നാട്ടിൽ നിന്ന് പോയ ആൾക്കാരാണ് മരിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഏത് മുഖം വെച്ചിട്ട് നിങ്ങൾ പറയും ഇനി കുഴപ്പമില്ല, ടെറർ ഹാസ് നോ റിലീജിയൻ? എന്ത് ടെറർ ഹാസ് എ റിലീജിയൻ? അത് സംശയമില്ല. കൊള്ളാം മോനെ, എനിക്ക് പരിപൂർണ വിശ്വാസമായി. ഞാൻ പോകുന്നു. ബൈ.